എക്സൈറ്റ്മെന്റിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. വളരെ ആവേശത്തോടു കൂടിയാണ് എൻ്റെ പ്രേക്ഷകർക്ക്. ഓക്കെ ഓക്കെ, അല്ല ആവേശ തിരമാലകളാണ് തിയേറ്ററിൽ. ഓക്കെ ആവേശ തിര തല്ലിക്കൊണ്ട് ആവേശത്തോടു കൂടിയാണ്. നല്ല അഭിപ്രായം. ചന്ദ്രോ എങ്ങനെയുണ്ടായിരുന്നു പടം? അടിപൊളി, ഇഷ്ടപ്പെട്ടു. അതൊക്കെ പൊളിച്ചോ? എങ്ങനെയുണ്ട്? അടിപൊളി. ഓക്കെ ഓക്കെ, എങ്ങനെയുണ്ട്? ആവേശ തിരമാലകളാണ് തിയേറ്ററിൽ അല്ലേ? ഓക്കെ ഓക്കെ, വളരെ ആവേശത്തോടുകൂടിയാണ് കാണുന്നത്. ഓക്കെ ഓക്കെ, എങ്ങനെയുണ്ട് പടം? ഓക്കെ, എങ്ങനെയുണ്ട്? നല്ല പടം. ഓക്കെ, സൂപ്പർ. ഓക്കെ, സൂപ്പർ പടമാണ്. വളരെ ആവേശത്തോടു കൂടിയാണ് അല്ലേ നമ്മൾ കാണാനിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? ഓക്കെ ഓക്കെ, സാർ എങ്ങനെയുണ്ട് അഭിപ്രായം? സാർ എങ്ങനെയുണ്ട്? സൂപ്പർ. ഭയങ്കര എന്റർടൈനിങ് മൂവിയാണ്. പേര് പറയുന്ന പോലെ തന്നെ ഭയങ്കര ആവേശം വരുന്നൊരു മൂവിയാണ്. അത് പറയാനുണ്ടോ? തീർച്ചയായും അതിന്റെ ഹൈലൈറ്റ്. എല്ലാവരും അതെ, പിള്ളേർ നന്നായി തന്നെ തീർച്ചയായും. പടം കൊള്ളാം, പടം കത്തും, ഒരു ഡൗട്ടും ഇല്ല. ഫഹദ് ഫാസിലിൻ്റെ ഒരു വെറൈറ്റി ഐറ്റമാണ്. രോമാഞ്ചം എങ്ങനെ പ്രേക്ഷകർ എടുത്തോ അതുപോലെ തന്നെ ആവേശമുണ്ട്. സുഷീൻ്റെ മ്യൂസിക് ഒരു രക്ഷയില്ല, കത്തി നിൽക്കുകയാണായിട്ട്. ഒരു ഇൻട്രോ സീക്വൻസിലൊക്കെ ഉള്ള ഫൈറ്റുണ്ട്. വളരെ ആവേശം തിരതല്ലുന്ന ഒരാവേശമാണ്. എങ്ങനെയാണ് ഇതിൻ്റെ കഥയും ഡയറക്ഷനും ആക്ടിങ് ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അതിനപ്പുറം പറയാനൊന്നുമില്ല നമുക്കല്ലേ. ഫഹദ് തകർത്തു. ഓക്കെ, എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന രീതിയിൽ സാറിന് തിയേറ്ററിൽ കാണാനും പറ്റി. നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. എന്തായാലും പോയി എൻജോയ് ചെയ്തു. ആവേശത്തോടെ കാണാൻ പറ്റുന്ന ഒരു പടമാണ് ആവേശം. കാരണം അതിൻ്റെ പെർഫോമൻസ്, അതേപോലെ തന്നെ പുള്ളിയുടെ ആ മാസ് ഒരു കോമഡി കലർന്നൊരു കഥാപാത്രം ചെയ്യുന്ന റോള്. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയേണ്ടത് ഇതിലെ ഒരു മറ്റേ പണ്ടത്തെ മല്ലയ്യ കഥാപാത്രവും പിന്നെ ഷമ്മിയുടെ ഒരു ഫാമിയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഡയലോഗിൻ്റെ കാര്യമായാലും മാസ് എല്ലാവരും കയറി വന്നിട്ടുള്ളൂ. അത് യൂത്തിനൊക്കെ പ്രത്യേകിച്ച് തിയേറ്ററിൽ അടിച്ചു പൊളിക്കാവുന്ന ഒരു പടം. നല്ല അഭിപ്രായമാണ്. ആവേശം എന്താ പറയുക, ഞാൻ ഓൾറെഡി എല്ലാവരോടും ഇപ്പോൾ തന്നെ കുറേ പേരോട് പറഞ്ഞു. മാക്സിമം നമ്മൾ പറയും, കാരണം നല്ല സിനിമയാണ്. ജിത്തു മാധവ് എന്ന ഡയറക്ടറിൽ നമുക്ക് വരുന്ന ഹോപ്പ് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയും പുള്ളിയുടെ കണ്ടന്റ് വരണം എന്നുള്ളതായിരുന്നു. സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് ആണെങ്കിലും സമീർ താഹിറിൻ്റെ ആ ഒരു DOP എല്ലാം അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാം. OTTക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. ഫഹദ് ഫാസിലിൻ്റെ കംപ്ലീറ്റ് ഷോ ആണ്, ഒന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ ചില സീനൊക്കെ കാണുമ്പോൾ തിയേറ്ററിൽ നിന്ന് ആവേശം കൊണ്ടു. അങ്ങനെയാണ് ആവേശം കൊള്ളുന്ന ആവേശത്തിര തല്ലുന്ന ഒരു തിയേറ്ററാണ് ഇപ്പോൾ പ്രേക്ഷകർ മൊത്തമായിട്ടും ആവേശത്തിലൂടെ പറയുന്നത്. ആവേശം. അപ്പോൾ സാർ അതിൻ്റെ ഒരു അനുഭവം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ സാർ? അനുഭൂതി പ്രത്യേകിച്ചൊന്നും പറയാമല്ലോ. വളരെ സന്തോഷം. ഒത്തിരുന്നിപ്പോൾ കണ്ടിട്ട് വരാണ് ക്രൂവിനോട് എല്ലാവരുടെ കൂടെ. അവിടെ മുമ്പും കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഓഡിയൻസോട് നിന്ന് കണ്ടപ്പോൾ എന്തായിരുന്നു കുറച്ചുകൂടെ എക്സ്പീരിയൻസ്? അതാണ് അവരുടെ റെസ്പോൺസ് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഒരു ഹൈ കിട്ടും. പലരും പറയുന്നുണ്ടായിരുന്നു മ്യൂസിക്കിനകത്ത് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ച് നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സോ എങ്ങനെയാണ് സുഷിനെ അത് ചെയ്തപ്പോൾ ഉള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നത്? ഭയങ്കര സന്തോഷം. എന്നാലും എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ പടം കണ്ട് ഇറങ്ങിയല്ലോ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അല്ലാതെ പിന്നെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. തീർച്ചയായും ഫഹദ് ഫാസിലിൻ്റെ എടുത്തു പറയത്തക്ക അഭിനയ ശൈലി തന്നെയാണ്. ഫഹദ് ഫാസിൽ ടച്ച് എല്ലാ പടങ്ങളിൽ പോലെ ഇതിലും ഉണ്ട്, പക്ഷെ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. വയലൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ചിത്രമാണല്ലോ സാർ? അങ്ങനെ അത്രയ്ക്ക് വയലൻസ് ഉണ്ടോ? ഉണ്ട്, അത്യാവശ്യം. ഫണ്ണ് കുറച്ച് മാസ് തിയേറ്ററിൽ കണ്ടു നോക്കുക എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയുക. അതാണ് ഇപ്പോൾ ഞാനതിനെക്കുറിച്ച് പടം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകളാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക. റെസ്പോൺസ് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ഭയങ്കര സന്തോഷമുണ്ട്. ഈ പടം ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ള ആ സമയത്ത് ഫഹദ് ഫാസിൽ എന്ന നടൻ തന്നെയായിരുന്നു സാറിൻ്റെ മനസ്സിൽ കഥ വായിച്ചപ്പോൾ? അതെ, തീർച്ചയായും. ഫഹദ് ഫാസിൽ പ്രൊജക്റ്റിലേക്ക് വന്നതിന് ശേഷമാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. തീർച്ചയായും ഫഹദ് ഫാസിലിനെ കണ്ടാണ് ആ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അത്രയ്ക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് എഴുതുന്നതിന് ശേഷമാണ്. പിന്നെ സംസാരിക്കാം പ്ലീസ്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ.